മക്കളെ സോ ഇന്ന് നമുക്ക് അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇസ് ചൂസ് ദ കറക്റ്റ് ആൻസർ. Caspian strips are present in dicot root, dicot leaf, dicot stem, monocot stem. Okay, so first നമുക്ക് Caspian strip എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Caspian strip basically ഒരു വാക്സീൻ ലെയർ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തുടങ്ങുന്നത് അത് വെച്ചായിരിക്കും. Caspian strips എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വാക്സീൻ ലെയർ made up of ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ദാറ്റ് സബ്സ്റ്റൻസ് ഇസ് കോൾഡ് as suberin. ഓക്കെ, ഈ കാസ്പെറിൻ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി എൻഡോഡെർമിസിലായിരിക്കും. ഈ എൻഡോഡെർമിസ് എന്ന് പറഞ്ഞ ലെയറിൽ കാസ്പെറിൻ സ്ട്രിപ്സ് ഉണ്ടാവുന്നത് സെൽസിന്റെ രണ്ട് ടൈപ്പ് ഓഫ് വാൾസ്, അതായത് സൈഡിലുള്ള വാൾസും മേലെയുള്ള വാൾസിലും ഒക്കെ ഈ കാസ്പെറിൻ സ്ട്രിപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്യൂബറിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So to selectively allow substances. Caspian strips ഉള്ള ഏരിയയിൽ നമുക്ക് എന്തും അങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം വാക്സീൻ ലെയർ ആയതുകൊണ്ട് വെള്ളം പോലും ആക്ച്വലി ഇറ്റ് ഇസ് ഓൾസോ impervious to water. Impervious to water എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും അകത്തേക്ക് വിടത്തില്ല. ശരിക്കും ഒരു വാക്സ് പോലത്തെ ലെയർ ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള ചാനൽസ് നമ്മൾ ഈ എന്താ പറയാ റിവേഴ്സിൽ പുഴയിലൊക്കെ ഡാം കെട്ടത്തില്ലേ, അതായത് നമ്മൾ ഡാം കെട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രഷറിൽ നമുക്ക് വെള്ളം എടുക്കാം. അതേപോലത്തെ ഒരു എന്താ പറയാ സെറ്റപ്പ് ആണിത്. കാസ്പിയൻ സ്ട്രിപ്സിനെ ഫോം ചെയ്യുന്നു ഫുൾ എൻഡോഡെർമിസിൽ. എന്നിട്ട് ചില സ്ഥലത്ത് അവര് കാസ്പിയൻ സ്ട്രിപ്സ് ഇല്ലാത്ത നോർമൽ സെൽസ് ഉണ്ടാവും, അതിനകത്തോടെ വെള്ളം പാസ് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് സ്ഥലത്തിലേക്ക് വെള്ളം കിട്ടുന്നു. ഓക്കെ, സോ ഇതാണ് അതിന്റെ പ്രോസസ്സ്. ഇത് യൂഷ്വലി കാണുന്നത് നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏതൊരു റൂട്ടിലും കാണുന്ന ഒരു സ്ട്രക്ചറാണ് കാസ്പിയൻ സ്ട്രിപ്സ് മേഡ് അപ്പ് ഓഫ് സ്യൂബറിൻ. കാരണം റൂട്ടിൽ നിന്ന് ഒരുപാട് അബ്സോർബ് ചെയ്യുന്നുണ്ട് വെള്ളവും മിനറൽസും ഒക്കെ. സോ അത് കറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്തിട്ട് ഓക്കെ ഈ എന്താ പറയാ റൂട്ട് ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തിട്ട് ഇന്ന സൈഡിൽ കൂടെ പോകണം, ഇത്രയേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ സെലക്റ്റീവ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി എ ഡൈക്കോട്ട് റൂട്ട്. Okay.